കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷത്തെയും നിയമസഭാ പുസ്തകോത്സവം വളരെ കാര്യക്ഷമതയോടുകൂടി മനോഹരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളി എന്ന നിലയ്ക്ക് ഏറ്റവും അഭിമാനം തോന്നേണ്ട ഒരു മുഹൂർത്തമാണിത്. ഇന്ത്യ രാജ്യത്ത് മറ്റൊരു നിയമസഭയും ഇങ്ങനെ ഒരു പുസ്തകോത്സവവും സാഹിത്യ സമ്മേളനവും നടത്തുന്നില്ല. കേരളത്തിന്റെ സാഹിത്യപ്രധാനമായ സംസ്കാരത്തിന്റെ ഊർജം, പാരമ്പര്യം മുഴുവൻ ഏറ്റെടുത്തിട്ടാണ് കേരള സർക്കാർ നിയമസഭാ പുസ്തകോത്സവം നടത്തുന്നത്. അത് കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ തീർച്ചയായിട്ടും വലിയ സംഭാവന അർപ്പിക്കുക തന്നെ ചെയ്യും. എഴുത്തും വായനയും, വിശേഷിച്ച് സാഹിത്യമെഴുത്തും സാഹിത്യ വായനയും പ്രധാനപ്പെട്ടതാണ് എന്ന അവബോധം പുതിയ തലമുറയിൽ വളർത്താൻ ഈ നിയമസഭാ പുസ്തകോത്സവത്തിന് കഴിയും. കേരളത്തിൽ ഇന്ന് പഞ്ചായത്ത് തലത്തിലടക്കം എന്ന് പറയുന്ന പോലെ സാഹിത്യോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇന്ന് സമൂഹം പല കാരണങ്ങളാൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിലെല്ലാം ഭിന്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒന്നിപ്പിക്കാനുള്ളൊരു വഴിയാണ് എഴുത്തും വായനയും. സാഹിത്യം, മീറ്റ് ദി വേൾഡ് ത്രൂ ലിറ്ററേച്ചർ എന്നായിരുന്നു കഴിഞ്ഞ തുഞ്ചൻ ഉത്സവത്തിന് ദേശീയ സെമിനാറിനുണ്ടായിരുന്ന വിഷയം. ലോകത്തെ വിഭജിതമായി കൊണ്ടിരിക്കുന്ന ലോകത്തെ തന്നെ കൂട്ടിയോജിപ്പിക്കാൻ സാഹിത്യത്തിന് കഴിയും. ആ സാഹിത്യത്തിന്റെ മഹത്വം, കാര്യക്ഷമത ഉദ്ഘോഷിക്കുന്നതാണ് നിയമസഭാ പുസ്തകോത്സവം. വായനയിലേക്ക് നമ്മുടെ തലമുറ വളർന്നു വരിക എന്നത് അവരെ അപരപ്രിയത്വത്തിലേക്ക് വളർത്തുക എന്നത് കൂടി അതിനർത്ഥമുണ്ട്. വായനയിൽ കൂടെ നിങ്ങൾ, സാഹിത്യ വായനയിൽ കൂടെ നിങ്ങൾ മറ്റൊരുവന്റെ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപരനിലേക്കാണ് നമ്മൾ വായനയിൽ കൂടെ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അപരൻ ഇന്ന് ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അപരനെ ചേർത്ത് നിർത്താനുള്ള ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ട് കൂടി സാഹിത്യമെഴുത്തിനെയും സാഹിത്യ വായനയെയും കാണണം. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ പുസ്തകോത്സവം എഴുത്തിന്റെയും വായനയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രോത്സാഹന നടപടികൾ എല്ലാം തന്നെ മഹത്തായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്.